തിരിച്ചറിയാതെ പോകുന്ന ഗട്ട് അബ്സോർഷൻ, മുടി കൊഴിച്ചിൽ, അവർക്ക് ഭയങ്കരമായ ക്ഷീണം, തളർച്ച, പറയുന്ന ലക്ഷണങ്ങളെല്ലാം തന്നെ അവർ ഒരു അനീമിക് ആണ് എന്നുള്ളതാണ്. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ എൻ്റെ ഇപ്പോഴത്തെ യോഗാശ്രമിൽ വന്ന കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് വന്ന സ്ത്രീകളായിക്കോട്ടെ പുരുഷന്മാരായിക്കോട്ടെ അവരുടെ ശരീരത്തിൽ കണ്ടുവരുന്ന കുറച്ച് ലക്ഷണങ്ങളും എനിക്ക് തോന്നി അതിനെപ്പറ്റി ഒരു അവയർനെസ് തരേണ്ട ഒരു സമയമായി. കാരണം എല്ലാവരുടെയും മൂല കാരണം എന്ന് പറയുന്നത് ഗട്ട് അബ്സോർഷൻ തന്നെയാണ്. അപ്പൊ എല്ലാവരുടെയും പെർഫോമൻസ് ലെവലിനെ ബാധിക്കുമ്പോൾ മാത്രമാണ് അവരൊരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാനായിട്ട് വരുന്നുള്ളൂ. ഒരു എമർജൻസി സിറ്റുവേഷനിൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നമ്മുടെ ദൈനംദിന ജീവിതത്തിലുള്ള ആഹാരങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വരുന്ന മാറ്റങ്ങൾ, നമ്മുടെ ഉറക്കം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിനൊരു പെർമനൻ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പം നമ്മുടെ ടോപ്പിക് വേറെ ഒന്നുമല്ല, ഒരു സ്ത്രീക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വൈറ്റമിൻ അല്ലെങ്കിൽ മിനറൽ എന്താണ്, അതേപോലെ തന്നെ ഒരു പുരുഷന് വേണ്ടത് എന്താണ്, ഈ ഒരു കാര്യത്തിനെ പറ്റിയാണ്. നമുക്ക് ആരോഗ്യമായിട്ട് നിൽക്കാൻ വേണ്ടി നമ്മുടെ ശരീരത്തിൽ വേണ്ട അത്യാവശ്യമായ വൈറ്റമിൻസും മിനറൽസും അത് ഫുഡിലൂടെ എങ്ങനെ കിട്ടാം, അല്ലെങ്കിൽ നമുക്കത് സപ്ലിമെന്റ്സ് എടുക്കേണ്ടതാണെങ്കിൽ അതെങ്ങനെ എന്നുള്ളതാണ് ഇന്ന് പറയാൻ പോകുന്നത്. നമ്മൾ കണ്ടുവരുന്ന വെച്ചാൽ മിക്ക ലേഡീസും അവർക്ക് വരുന്ന പ്രശ്നങ്ങൾ മുടി കൊഴിച്ചിൽ, അതുപോലെ തന്നെ അവർക്ക് ഭയങ്കരമായ ക്ഷീണം, തളർച്ച, അതുപോലെ തന്നെ അവർക്ക് സ്റ്റെപ്പ് കയറുമ്പോൾ ഉള്ള കിതപ്പ്, പെൺകുട്ടികളിലാണെങ്കിൽ അവർക്ക് ചെറുതായിട്ടുള്ള തലകറക്കം, ഇതൊക്കെ പലപ്പോഴും അവർക്ക് തിരിച്ചറിയാതെ പോകുന്ന ഗട്ട് അബ്സോർഷൻ, അതായത് അവരുടെ വയറിലുള്ള വൈറ്റമിൻസും മിനറൽസും അബ്സോർബ് ആവാത്തതിൻ്റെ ഒരു പ്രശ്നമാണ്. അപ്പം ഈ നമ്മൾ എന്ത് വൈറ്റമിൻസും മിനറൽസും, അത് വൈറ്റമിൻ ഡി ആയിക്കോട്ടെ, അയൺ ആയിക്കോട്ടെ, ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ വേണ്ട രീതിയിൽ അബ്സോർബ് ചെയ്യണമെങ്കിൽ നമ്മളുടെ വയറിൻ്റെ ഹെൽത്ത്, ആദ്യം ഗട്ട് ഹെൽത്ത് കറക്റ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ ഗട്ടിൻ്റെ ഇമ്മ്യൂണിറ്റി കറക്റ്റ് ആയിരിക്കണം. അപ്പം ഈ പറയുന്ന ലക്ഷണങ്ങളെല്ലാം തന്നെ അവർ ഒരു അനീമിക് ആണ് എന്നുള്ളതാണ് തെളിയിക്കുന്നത്. അപ്പം ഈ അനീമിയയ്ക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും അതിൻ്റെ ഫലം കിട്ടും. പക്ഷേ അവരുടെ ഗട്ട് ഇമ്മ്യൂണിറ്റി, ചില സമയത്ത് അവർ നോൺ വെജിറ്റേറിയൻ ഒത്തിരി കഴിച്ചാലും അവർക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു നല്ലൊരു ബെനിഫിറ്റ് കിട്ടാത്തത് അവരുടെ ശരീരത്തിലുള്ള ആബ്സെൻസ് ഓഫ് ഗുഡ് ബാക്ടീരിയാസ് ആണ്. അതായത് നമ്മുടെ ഗട്ട് ബാക്ടീരിയ നല്ലപോലെ ഉണ്ടായി അത് നമ്മുടെ ഗട്ട് ഇമ്മ്യൂണിറ്റിയെ പ്രദാനം ചെയ്യുന്ന ഒന്നാണ്. അപ്പം ഈ ഗട്ട് ഇമ്മ്യൂണിറ്റിയെ നമ്മൾ പ്രോപ്പറാക്കാനായിട്ട് നല്ല പ്രോബയോട്ടിക്കുകൾ കഴിച്ചിട്ട് വേണം നമ്മൾ ഈ വൈറ്റമിൻസിൻ്റെയോ മിനറൽസിൻ്റെ ഡയറ്റ് ആയിക്കോട്ടെ, സപ്ലിമെൻറ്റ്സ് ആയിക്കോട്ടെ അത് ഫലിക്കണമെങ്കിൽ. അപ്പം ഈ പ്രോബയോട്ടിക് എന്ന് പറയുന്നത് പഴങ്കഞ്ഞി, അതുപോലെ ഉപ്പിലിട്ട നമ്മളുടെ അച്ചാറുകൾ, മറ്റേ മുളക് പൊടി ചേർക്കാത്തത്, അതേപോലെ തന്നെ നമ്മളിപ്പോൾ വിപണിയിൽ വരുന്ന ഈ കൊമ്പൂച്ച പോലത്തെ ഫെർമെൻറ്റഡ് ആയിട്ടുള്ള നല്ല സ്വീറ്റ് ഇല്ലാത്ത ഡ്രിങ്ക്സുകൾ, അതേപോലെ തന്നെ നമ്മൾക്ക് നല്ല രീതിയിലുള്ള ഫൈബർ റിച്ച് ആയിട്ടുള്ള വെജിറ്റബിൾ സാലഡ്സ്, ഇതൊക്കെ നിങ്ങളുടെ ഫുഡിൽ ഉൾപ്പെടുത്തിയിട്ട് പിന്നെ നമ്മൾ ഈ വേണ്ട വൈറ്റമിൻസും സപ്ലിമെൻറ്റ്സും എടുത്താൽ മാത്രമേ അത് ഫലിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ചില സമയത്ത് 6 മാസവും 10 മാസവും അയണിൻ്റെ സപ്ലിമെൻ്റ് എടുത്താലും അല്ലെങ്കിൽ വൈറ്റമിൻസിൻ്റെ സപ്ലിമെൻ്റ് എടുത്താലും അവരുടെ ബ്ലഡിൽ അത് കയറാത്തത് ഈ ഒരു കാരണം കൊണ്ടാണ്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ ശരീരത്തിൽ അബ്സോർബ് ആവാത്തത് എന്തുകൊണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് പ്രോബയോട്ടിക്കുകൾ നമ്മൾ കഴിച്ച് അല്ലെങ്കിൽ നല്ല പ്രോബയോട്ടിക് അടങ്ങിയ ആഹാരങ്ങൾ നമ്മൾ കഴിച്ച് നമ്മുടെ വയറിനെ നല്ലപോലെ ആക്കിയതിന് ശേഷം ഈ പറഞ്ഞിരിക്കുന്ന അനീമിയയുടെ റിച്ച് ആയിട്ടുള്ള ഫുഡ്സ് അതെന്തൊക്കെയാണ്, ബീട്രൂട്ട്, പോമഗ്രാനേറ്റ്, അതുപോലെ തന്നെ മുരിങ്ങയുടെ ഇല, പരിപ്പ് നമ്മൾ മുളകുഷ്യം വെച്ച് കഴിക്കാറുണ്ട്, അതേപോലെ തന്നെ നല്ല ചീര, അതുപോലെ തന്നെ എള്ള്, അതുപോലെ അങ്ങനെ കുറേ അയൺ റിച്ച് ആയിട്ടുള്ള നെല്ലിക്ക, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ, പേരയ്ക്ക, ഇതെല്ലാം വൈറ്റമിൻ സിയും അതുപോലെ തന്നെ ഈ അയൺ റിച്ച് ആയിട്ടുള്ള ഫുഡുകളും കൂടെ കമ്പൈൻ ചെയ്ത് കഴിച്ചു കഴിഞ്ഞാൽ അത് വേണ്ട രീതിയിലുള്ളൊരു ഫലം കിട്ടും. ഇതാണ് സ്ത്രീകളുടെ ഒരു ആരോഗ്യത്തിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. ആ സ്ത്രീയുടെ ഉള്ളിലുള്ള അയണിൻ്റെ ഒരു ഇതാണ് അവരുടെ പെർഫോമൻസ് ലെവലിന്. അല്ലെങ്കിൽ അവരെപ്പോഴും എങ്ങനെ ലേസി ആയിട്ട്, അവരുടെ വീട്ടുകാരൊക്കെ കംപ്ലൈൻറ്റ് ചെയ്യാം, അവൾ എപ്പോഴും സോഫയിൽ കിടപ്പാണ് ഡോക്ടറെ, ഒന്നും ചെയ്യില്ല വീട്ടിൽ, അവൾക്ക് എപ്പോഴും മടിയാണ്, ഒത്തിരി ഉറങ്ങും. ഇതൊക്കെ പറയുന്നത് ഒക്കെ അയണിൻ്റെ ഡെഫിഷ്യൻസിയാണ്, അല്ലെങ്കിൽ ഫെറിറ്റിൻ്റെ ഡെഫിഷ്യൻസിയാണ് നിങ്ങൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യേണ്ടത്. അതായത് അയൺ പ്രൊഫൈൽ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അയൺ അറിയാൻ പറ്റും, അതിൻ്റെ സാച്ചുറേഷൻ അറിയാൻ പറ്റും, ഫെറിറ്റിൻ, അതായത് സ്റ്റോറേജ് ഓഫ് അയൺ, ഖജനാവ് എന്ന് പറയുന്ന ഫെറിറ്റിനാണ്.
അപ്പോൾ ഫെറിറ്റിനെ നോക്കിയാലാണ് നമ്മുടെ സ്റ്റോറേജ് അറിയാനായിട്ട് സാധിക്കുള്ളൂ. ഇതാണ് സ്ത്രീകളുടെ കാര്യം. ഇനി പുരുഷന്മാരിലായിക്കോട്ടെ, അവരുടെ ഒരു ഊർജ്ജസ്വലത കാണിക്കുന്നത് സിങ്ക് എന്ന് പറയുന്ന ഒരു മിനറലാണ്. ഈ സിങ്ക് അവരുടെ ഉള്ളിൽ ഡെഫിഷ്യൻ്റ് ആകുമ്പോൾ അവർക്ക് കൈയിൻ്റെ നഖത്തിലൊക്കെ ഇങ്ങനെ ലൈൻസ് പോലെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ലൈൻസ് വരിക. അതുപോലെ തന്നെ അവർ പറയുകയാണ്, ഈ ഓഫീസിൽ പോയാലും ഇങ്ങനെ പോസ് ചെയ്ത് ഇങ്ങനെ ഇരിക്കും, എനിക്കൊന്നും ചെയ്യാനായിട്ട് തോന്നുന്നില്ല, ഭയങ്കര ക്ഷീണം, തളർച്ച, ഭയങ്കര ലോ എനർജിയാണ്. അതുപോലെ തന്നെ അവരുടെ വൈഫിൻ്റെ അടുത്തും അവർക്ക് വേണ്ടത്ര നീതി പുലർത്താൻ പറ്റാതിരിക്കുക. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ എനർജി ലോ ആകുമ്പോൾ മനസ്സിലാക്കുക അവരുടെ ടെസ്റ്റോസ്റ്ററോൺ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവരൊരു ലാബ് ടെസ്റ്റിൽ പോയിട്ട് അവരുടെ ടെസ്റ്റോസ്റ്ററോൺ നോക്കുവാണെങ്കിൽ അത് ലോ ആയിട്ടിരിക്കുന്നവർക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിന് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സിങ്കിൻ്റെ ഡെഫിഷ്യൻസിയെ മാറ്റുക എന്നുള്ളത്. അതായത് മൂലകാരണത്തിനെ നമ്മൾ സിങ്കും വൈറ്റമിൻ സിയും കൂടി കമ്പൈൻ ചെയ്ത് നിങ്ങൾ ഒരു മാസം കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിൻ്റെ ബെനിഫിറ്റ് അറിയാൻ പറ്റും. ഇനി ഇത് ഡയറ്റിലൂടെ എങ്ങനെ കിട്ടാം? നമ്മുടെ മത്തക്കുരു, പംകിൻ സീഡ് നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് പൊടിച്ചിട്ട് നമ്മൾ തൈരിലോ തേങ്ങാപ്പാലിലോ ചേർത്ത് നിങ്ങൾക്ക് കഴിക്കുകയാണെങ്കിൽ, അത് അടുപ്പിച്ച് നമ്മളൊരു മാസം കഴിക്കുകയാണെങ്കിൽ, ഈ പുരുഷന്മാരിലുള്ള അവർക്ക് എല്ലാ കാര്യത്തിലുള്ള പെർഫോമൻസ് അവർക്ക് നന്നായിട്ട് കാണാൻ സാധിക്കും. അവരുടെ ദേഷ്യം കുറയും. അപ്പോൾ സ്ത്രീകളിൽ അയൺ കുറയുമ്പോഴും പുരുഷന്മാരിൽ സിങ്ക് കുറയുമ്പോഴും ഒരു ഭയങ്കര ദേഷ്യക്കാരാവും. അപ്പോൾ ഒരു സ്ത്രീയെ നിർണ്ണയിക്കുന്ന ഒന്നാണ് അവരുടെ അയൺ കണ്ടന്റ്. ഈ മാസമുറ വരുമ്പോഴത്തേക്കും, ഈ ബ്ലീഡിങ് വരുമ്പോഴത്തേക്കും വീണ്ടും അയൺ കുറയാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ ഇവർ അയണിനെയാണ് നന്നായിട്ട്, നമ്മളുടെ ഉള്ളിലുള്ള ഇരുമ്പ് സത്തിനെയാണ് നമ്മൾ കൂട്ടിയെടുക്കേണ്ടത്. ഈ ഇരുമ്പ് സത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ ചെമ്പ്, അതായത് കോപ്പറും അതുപോലെ തന്നെ അയണും അല്ലെ ഫെറിറ്റിനും തമ്മിലൊരു ബന്ധമുണ്ട്. അപ്പോൾ ഈ അയൺ കുറഞ്ഞാൽ നമ്മൾ സപ്ലിമെൻറ്റ്സ് എടുത്തുകൊണ്ടിരുന്നിട്ടും കാര്യമില്ല. കോപ്പർ കുറഞ്ഞാലും നമ്മുടെ ശരീരത്തിൽ ഈ സെയിം അനീമിയയുടെ ഡെഫിഷ്യൻസി കാണിക്കും. അപ്പോൾ കോപ്പർ കൂട്ടാനായിട്ട് എന്ത് ചെയ്യണം? നമ്മൾ ചെമ്പ് പാത്രങ്ങളിൽ ചെമ്പിൻ്റെ ഇപ്പോൾ കോപ്പർ വാട്ടർ ബോട്ടിൽസ് ഒക്കെ വരുന്നുണ്ട്, അതിൻ്റെ ഉള്ളിലുള്ള വെള്ളം കുടിക്കുക. അതുപോലെ ചെമ്പ് പാത്രങ്ങളിലോ കുക്കിംഗ് ചെയ്യുക, പ്ലാസ്റ്റിക് ഒക്കെ ഒന്ന് മാറ്റി വയ്ക്കുക. ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഈ ചെമ്പും ഇരുമ്പും തമ്മിലുള്ള കോമ്പിനേഷൻ നമുക്ക് കറക്റ്റാക്കാൻ പറ്റും. പുരുഷന്മാരിൽ എന്ത് ചെയ്യണം? പ്രോബയോട്ടിക് കഴിച്ച് നല്ല പുളിയില്ലാത്ത തൈരൊക്കെ കഴിച്ച് അവരുടെ വയറിനെ നന്നായിട്ട് ഗട്ട് ഹെൽത്തിനെ ഇമ്പ്രൂവ് ചെയ്തതിന് ശേഷം അവർ സിങ്ക് കാര്യങ്ങളെല്ലാം അവരുടെ ബോഡിയിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഇന്ന് ചെയ്യുന്നതിൻ്റെ 10 ഇരട്ടിയായിട്ട് അവരുടെ ജോലികളിലും എല്ലാ ലൈഫിലും ഒക്കെ അവർക്ക് നല്ലൊരു എനർജി ലെവൽ കാണാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും ഈ 2 കാര്യങ്ങൾ നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കൂ. തീർച്ചയായിട്ടും എന്താണ് നിങ്ങളുടെ ഈ ലേസിനെസ്സിന് കാരണം, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ പെർഫോം ചെയ്യാതിരിക്കുന്നതിൻ്റെ കാരണം നിങ്ങൾക്ക് മനസ്സിലാവും.